നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. എൻ്റെ വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രതിസന്ധി എന്താണ്? ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ ചാനലിന് നൽകുക. എൻ്റെ വ്യൂസിൻ്റെ പ്രതിസന്ധി എന്താണ്? ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ നിലവിലെ പ്രതിസന്ധി. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ഒരുപാട് തടസ്സങ്ങളും അതുപോലെ തന്നെ ബേർഡനും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായി കഴിഞ്ഞു നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ. തളർന്നു പോയിരിക്കുന്ന അവസ്ഥകൾ. ഇതിൽ നിന്നെല്ലാം പുറത്തു വരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവയർനെസ് വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി പ്രപഞ്ചം നിങ്ങളെ ഒരുപാട് പ്രതിസന്ധി നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നുണ്ട്. കാരണം നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റുന്നതിന് വേണ്ടി പ്രപഞ്ചം നിങ്ങളെ പല സ്ഥലങ്ങളിലും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും കുറച്ചുകൂടി സ്ട്രോങ് ആക്കി മാറ്റുന്ന എനർജി കണ്ടിട്ടില്ലേ? നമുക്കൊരു പക്ഷിയെ നോക്കാം. ആ പക്ഷി അടിയിരുന്ന് വിരിച്ച് കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ നല്ല രീതിയിൽ കൊത്തുകയാണ്, കൊത്തി വേദനിപ്പിക്കുകയാണ്. കാരണം എന്താണ്? അതിൻ്റെ ജീവിതത്തിൽ അത് സ്ട്രോങ് ആയി മാറണം. നാളെ ഈ തള്ളക്കിളി ഇല്ലെങ്കിലും അതിൻ്റെ ജീവിതത്തിലേക്ക് ഉയർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അത് സ്ട്രോങ് ആകണം. അതുതന്നെയാണ് പ്രപഞ്ചവും നമ്മളിലേക്ക് നൽകുന്നത്. നമ്മൾ കൂടുതൽ സ്ട്രോങ് ആകണം. നമ്മളുടെ വഴികളെ നമ്മൾ കണ്ടുപിടിക്കണം. മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വഴി അടഞ്ഞു പോയെന്ന് വെച്ചു. അപ്പം നമ്മൾ വിചാരിക്കരുത് ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇനി എന്താണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ്, ഞാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം, ഞാൻ ആ പുതിയ വഴിയിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ എന്തെല്ലാം എഫേർട്ടാണ് എടുക്കേണ്ടത്, അവിടെ എന്തൊക്കെ അപകടങ്ങളാണ് പതിയിരിക്കുന്നത്, അതിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ തലച്ചോറിലേക്ക് കടന്നു വരണം. എന്തിനും ഏതിനും ദൈവമേ നീ എന്നെ സഹായിക്കണമേ, എന്നെ കൈപിടിച്ച് നടത്തണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ വിഡിത്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രപഞ്ചം നമ്മൾ ബുദ്ധി തന്നിട്ടുണ്ട്, നല്ലൊരു തലച്ചോറാണ് നമുക്ക് തന്നിട്ടിരിക്കുന്നത്. ആ തലച്ചോറിനെ നമ്മൾ കൂടുതൽ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചം എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് കൂടി നോക്കാം. അപ്പം നമുക്ക് നോക്കാം, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എനർജി. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രതിസന്ധി എന്താണ്? ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട്. ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് സാമ്പത്തിക സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിലൊരു ചേഞ്ച് വരണം. നിങ്ങൾക്ക് സമാധാനം നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിലുള്ള സിറ്റുവേഷനിൽ ഒരു മാറ്റം വരണം. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. മുന്നോട്ട് ഒരു യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ നിങ്ങൾക്ക് ചെറിയ വഴികളെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായും കാണുന്നുണ്ട്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഒരുപാട് ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിലവിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു, ദൂരേക്ക് മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി. നിങ്ങളെ പല സ്ഥലങ്ങളിലും ഇഗ്നോർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന എനർജി, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്തിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾക്കായി നൽകിയിരിക്കുന്നതായിട്ടുള്ള ചില ഓഫറുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനസികമായും ശാരീരികമായും തളർന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഇതുവരെ നിലവിൽ ഉണ്ടായിരുന്ന ഈ ഒരു ബേർഡൻ സിറ്റുവേഷൻ എല്ലാവർക്കും ഈ എനർജിയിൽ എത്തിക്കാണില്ല. ചില വ്യക്തികൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പക്ഷേ മറ്റു ചില വ്യക്തികൾ അവർ ഈ ഒരു ബേർഡൻ കംഫർട്ട് സോണിനെ പൊട്ടിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സോളാർ പ്ലെക്സ് ചക്ര ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നതായി കാണുന്നു. ഇപ്പം ആരെങ്കിലും മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ 7 ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള കുറേ നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു. ആ നെഗറ്റീവിനെല്ലാം ഇവിടെ പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഭയന്നതായിട്ടുള്ള ഒരുപാട് ബേർഡൻ അനുഭവിച്ചതായിട്ടുള്ള ഏതോ ഒരു സിറ്റുവേഷൻ ഇവിടെ തകരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ജോലി സംബന്ധമായി നിങ്ങളൊരു ബേർഡൻ സിറ്റുവേഷനിലായിരിക്കും, മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ സാമ്പത്തികപരമായി നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ആ ഒരു ഇലൂഷനിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാകുന്ന എനർജി. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. നിങ്ങൾക്ക് അവയർനെസ് വരികയാണ്, പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ഒരു അവയർനെസ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ലഭിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നതായിട്ടുള്ള ചില ചാനലുകൾ, അല്ലെങ്കിൽ ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്.
ഓക്കെ, ദ ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ഓക്കെ, പ്രപഞ്ചം നിങ്ങളിലേക്ക് ദൃഷ്ടി വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെടും. ഓക്കെ, നിങ്ങളെല്ലാവരും ഒരു കാരണവുമില്ലാതെ നിങ്ങളെ തള്ളി പറയുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, അതൊന്നും അവസാനമല്ല, ചില കാര്യങ്ങളുടെ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ വാല്യൂ കൊടുത്തിരുന്നതായിട്ടുള്ളൊരു വ്യക്തി, ദൈവത്തെക്കാളും കൂടുതൽ വാല്യൂ കൊടുത്തതായിട്ടുള്ള ചില വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ജീവിതം മറ്റൊരു ദിശയിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ല നിങ്ങളെ തന്നെ തിരിച്ചറിയുക, നിങ്ങൾ ആരെന്ന് തിരിച്ചറിയുക, നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി എന്തെന്ന് തിരിച്ചറിയുക. ഒരു പക്ഷേ നിങ്ങൾ വേദനിച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ യാതൊരു ഗ്രോത്തും തരുന്നില്ല. ഓരോ നിമിഷവും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ നിങ്ങൾ ഒരുപാട് ബേർഡൻ അനുഭവിച്ചുകൊണ്ട് ഒരു കംഫർട്ട് സോണിൽ തന്നെ നിങ്ങൾ നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും കൊണ്ടുവരുന്നില്ല. വർഷങ്ങളായിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആണെങ്കിൽ പ്രപഞ്ചം തന്നെ ആ ഒരു സിറ്റുവേഷനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഒരു പെയിൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒരു പെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പെയിൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്ലീസ് കെൽമി മദർ യൂണിവേഴ്സ്. പല വ്യക്തികളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞാൻ അവസാനം വരെയും നിന്റെ കൈ പിടിക്കും, ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്നിരുന്ന പല വ്യക്തികളും നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ ആരുമല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അതിനെല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് പ്രപഞ്ചം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് യോജിച്ച ഒരു വ്യക്തിയല്ല, നിങ്ങളുടെ ഓറയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ എനർജിയൊക്കെ പോലും അവർ കാർന്നെടുത്തുകൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി യൂസ് ചെയ്യുന്നതായിട്ടുള്ള ചില വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രപഞ്ചമായിട്ട് തന്നെയാണ് അകറ്റി മാറ്റുന്നത്. ഓക്കെ, നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്ലീസ് കെൽമി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഔട്ട്സൈഡർ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ദൈവത്തെക്കാളും കൂടുതൽ ചില വ്യക്തികളെ ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾ പ്രാർത്ഥന പോലും മാറ്റിവെച്ച് അവരോടൊപ്പം സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾ അവരെ ദൈവതുല്യമായി കണ്ടിരുന്ന സമയങ്ങളുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ ശരിയായി ആയിരിക്കില്ല അവരുടെ മനസ്സിൽ നിങ്ങൾക്കുണ്ടായിരുന്നത്. ഓക്കെ, അവരൊരു പക്ഷേ നിങ്ങൾ ഇത്രത്തോളം ദൈവികമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ആ ദൈവത്തെക്കാളും ഉപരി നിങ്ങൾ അവരെ കണ്ടിരുന്ന സമയത്തെല്ലാം അവർ നിങ്ങളെ ഒരു ബാക്കപ്പ് മാത്രമായിട്ട് കണ്ടിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ടുള്ള സമയങ്ങളുണ്ടായിരിക്കും. അത് ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നില്ല. ദൈവമാണ് ഓരോ വ്യക്തികളുടെയും മനസ്സറിയുന്നത്, ഉള്ളറിയുന്നത് ദൈവം മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്ന് തീരുമാനിച്ച് തന്നെയാണ് നിങ്ങളെ ഔട്ട്സൈഡറാക്കി മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് പ്രപഞ്ചം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചം ഇങ്ങനെ ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന എനർജിയുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്താ മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് കടന്നു വരുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. സണ്ണിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പം ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, ബ്ലോക്കുകൾ, ചലഞ്ച് സിറ്റുവേഷനുകൾ ഇവിടെ അവസാനിക്കാൻ പോകുന്നതായി കാണുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സൈക്കിൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉണർവ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും റിലേഷൻപരമായിട്ടാണെങ്കിലും നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള എല്ലാ ബ്ലോക്കുകൾക്കും എല്ലാ ചലഞ്ച് സിറ്റുവേഷനും ഇവിടെ അവസാനിച്ചുകൊണ്ട് ഹാപ്പിനെസ് നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കെൽമി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് തരുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷന് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. സമാധാനപരമായിട്ടുള്ള ഒരു മൂവ് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ടെൻഷനിലൂടെ നിങ്ങൾ കടന്നുപോയ ഒരു വ്യക്തിക്ക് സമാധാനം ലഭിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ നിലവിലുള്ള ഓവർ തിങ്കിങ് നെഗറ്റീവ് തോട്ടുകൾ റിലീസ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പ്ലീസ് കെൽമി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ദ ബേർഡിൻ്റെ എനർജി. ഓക്കെ, ജസ്റ്റിസ് ആണ്. നിങ്ങളോട് അനീതി കാണിച്ചതായിട്ടുള്ള ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു എനർജി ഇവിടെ വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന ഏത് സിറ്റുവേഷൻ ആണോ അതിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. പ്ലീസ് കെൽമി മദർ യൂണിവേഴ്സ്, ബ്രേക്ക് ത്രൂ. ഓക്കെ, റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ, നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും നെഗറ്റീവ് ഊർജ്ജങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ അവസാനിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി. ഒരു പക്ഷേ നിങ്ങളെ ടോക്സിക് ആയിട്ട് ഭരിച്ചിരുന്നതായിട്ടുള്ള ചില വ്യക്തികളുടെ ഓർമ്മകളായിരിക്കും, വേദനകളായിരിക്കും, അതിവിടെ അവസാനിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് ശക്തമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെൽമി മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ബ്ലാക്ക് എനർജിയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കട്ട് ചെയ്തിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നു.
സിക്സ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു വിജയത്തിൻ്റെ തുടക്കമായിട്ടാണ് ഇവിടെ 2026 നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇത്രയും നാൾ നിങ്ങളെ ഭരിച്ചിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ തന്നെയാണോ അതിവിടെ കത്തി എരിയുകയാണ്. നിങ്ങളെ തോൽപ്പിച്ചിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ മൂടി വെച്ചിരുന്നതായിട്ടുള്ള തടസ്സപ്പെടുത്തിയിരുന്നതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും അവസാനിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. അത് റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആഹ്ലാദിക്കുന്ന അല്ലെങ്കിൽ വിജയ ആഘോഷം മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൈയടിക്കുന്നതായിട്ടുള്ള ഒരു സമയം കടന്നു വന്നിരിക്കുന്നതായിട്ടാണ്. അവർ നമ്മൾക്ക് വേണ്ടി കൈയടിക്കുമ്പോൾ നമ്മുടെ തല അതിൻ്റെ അകത്ത് പെട്ടുപോകാതെ സൂക്ഷിക്കുക. കാരണം നമ്മളുടെ വളർച്ചയിൽ അങ്ങനെ ആരും സന്തോഷിക്കുന്നില്ല. അവർ കൈയടിക്കുന്നെങ്കിലും അവരുടെ മാനസികാവസ്ഥ അത്ര നല്ലതായിട്ടല്ല കൈയടിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത്, ഞാൻ ഏത് വഴിയാണ് പോകേണ്ടത്, കൃത്യമായിട്ടുള്ള ഒരു വഴി നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പവർ ഓഫ് എനർജി ലഭിക്കുകയാണ്. ഓക്കെ, ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോഡ് നമ്മൾ ഷാർപ്പ് മൈൻഡാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളുടെ ഓവർ തിങ്കിങ് എല്ലാം അവസാനിപ്പിക്കുക. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായിരിക്കുന്ന നമ്മുടെ എനർജി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പാസ്റ്റിൽ ഇന്ന കാര്യങ്ങൾ നടന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരു ഇലൂഷനായിരുന്നു എങ്കിൽ നമ്മുടെ മൈൻഡിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിൽ നിലവിൽ പ്രപഞ്ചം നമ്മളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥകൾ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് പ്രപഞ്ചം പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ നിലവിൽ ചില ഭാരങ്ങൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് അനീതിയാണ് നിങ്ങളോട് ചില വ്യക്തികൾ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്നും പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ മൈൻഡ് ക്ലാരിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ നമുക്ക് വിശ്വസിക്കാമോ, നമ്മളോട് കാണിക്കുന്ന സ്നേഹങ്ങൾ കരുണകൾ എല്ലാം സത്യാവസ്ഥ തന്നെയാണോ, നമ്മളോട് കാണിക്കുന്നതിൽ എന്തെങ്കിലും ചീറ്റിംഗ് സംഭവിക്കുന്നുണ്ടോ, നമ്മളോട് ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയും നമ്മുടെ കൂടെയുള്ളവരുടെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളെ പിറകിൽ നിന്ന് കുത്തുന്നവരാണോ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ചില പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഓക്കെ, ആ പാഠങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില വേദനകൾ നമുക്കുണ്ടാകും. ഓക്കെ, അപ്പോൾ അതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു സണ്ണിൻ്റെ എനർജിയാണ് കടന്നു വരുന്നത്. വിജയം നിങ്ങൾക്ക് നിശ്ചയമാണ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അഫർമേഷൻ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ലഭിക്കും. ഓക്കെ, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും മൊബൈൽ കണ്ടിട്ടായിരിക്കും കിടക്കുന്നത്. ഏതെങ്കിലും റീൽസ് കണ്ട് ലാസ്റ്റ് നമ്മൾ ഉറങ്ങാൻ നേരത്ത് ഒരു നെഗറ്റീവ് ആയിരിക്കാം നമ്മളുടെ കണ്ണുകൾ അടയുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ അയക്കുന്ന ലാസ്റ്റ് മെസ്സേജ് ചില നെഗറ്റീവ് മെസ്സേജുകളായിരിക്കാം. അത് ഇന്ന് മുതൽ നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരു അഫർമേഷനായിട്ട് ബുക്കിൽ എഴുതുക. എന്നും ആ ഒരു ഡയറി എഴുതുക. ഡയറി എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച വേദനകളല്ല. ചില വ്യക്തികൾ ഇന്നത്തെ ചിലവായ തുകകൾ എഴുതി വെക്കും. ഓക്കെ, എനിക്കിന്ന് 5 രൂപ ചിലവായി, എനിക്കിന്ന് ചിക്കൻ ബിരിയാണിക്ക് ഇത്ര രൂപ ചിലവായി. അപ്പോൾ അങ്ങനെയുള്ള ചിലവുകൾ എഴുതി വെക്കുന്ന ഒരു വ്യക്തിക്ക് ചിലവിൻ്റെ എനർജി വർദ്ധിച്ചു കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അങ്ങനെ എഴുതി വെക്കരുത്. നമ്മൾ എഴുതി വെക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടതായിട്ടുള്ള അബൻഡൻസിനെ കുറിച്ചാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്, നമ്മളുടെ സിറ്റുവേഷനെ കുറിച്ചാണ്, നമ്മൾ ഉയർന്നു വരേണ്ടതായിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നിങ്ങൾക്കൊരു ഡയറി എടുത്ത് ഇത് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇതെൻ്റെ ചിന്ത, ഒരു ചിന്ത തന്നെ ആവർത്തിച്ച് എഴുതിയിരുന്നാൽ ഒരു കുഴപ്പവുമില്ല. അത് നിങ്ങൾക്ക് അഫർമേഷൻ ആകും. രണ്ടാമത്തെ അഫർമേഷൻ ഡയറി നിങ്ങൾ തയ്യാറാക്കുക. എന്നും കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ 2-3 വാക്കെങ്കിലും നിങ്ങൾ എഴുതുക മാത്രമല്ല ഓരോ പ്രാവശ്യം എഴുതിയിട്ടും ഒരു 5 മിനിറ്റ് ആ കാര്യം മനസ്സിലൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് കണ്ടതിന് ശേഷം അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് അടുത്ത വാക്ക് എഴുതുക. ഓക്കെ, എന്നും പറഞ്ഞുകൊണ്ട് പേജ് നിറച്ച് എഴുതി വെക്കണമെന്നല്ല, നമ്മൾ 1, 2, 3 കാര്യങ്ങൾ എഴുതി വെച്ചതിന് ശേഷം 2026 എനിക്കത് നേടിയെടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ എഴുതി വെച്ചിട്ട് ചുമ്മാ ഇരുന്നാൽ മാത്രം പോരാ, ഇതിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, എൻ്റെ കർമ്മരംഗങ്ങളിൽ എന്ത് മാറ്റമാണ് ഞാൻ കൊണ്ടുവരേണ്ടത്, ഓക്കെ, ഞാൻ എത്ര നേരം ഓവറായിട്ട് ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും, എവിടെയാണ് എൻ്റെ എനർജി കൂടുതലായിട്ട് എഫേർട്ട് ഇടേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 2026 നിങ്ങളുടെ അഫർമേഷൻ ഡയറി നിങ്ങൾ തയ്യാറാക്കുക.
2027 ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഞാനും ജീവനോടെയുണ്ട്, നിങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അഫർമേഷൻ എത്രത്തോളം ശക്തമായിരുന്നു എന്നും എന്തെല്ലാം നേടിയെടുത്തു എന്നും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാറോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ, പ്രപഞ്ചം എൻ്റെ ശബ്ദത്തിലൂടെ തന്നിരിക്കുന്ന ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് പ്രപഞ്ചത്തിന് നൽകുക. നിങ്ങൾ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നതായി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.